ഇടുക്കി ജില്ലയിലെ വ്യത്യസ്തമായ ഒരു ഓണാഘോഷത്തിലേക്കാണ് ഇനി ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. തടി ചുമട് ഒരു മത്സരമാക്കിയ ഓണാഘോഷം. സംയുക്ത ടിംബർ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വണ്ണപ്പുറത്ത് നടന്ന ഓണാഘോഷ പരിപാടികളിലാണ് തടി ചുമട് ഒരു മത്സര ഇനമാക്കി മാറ്റിയത്. മറ്റ് നിരവധി മത്സരങ്ങളും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. വ്യത്യസ്തമായ മത്സരങ്ങളിലൂടെ ഓണാഘോഷം കളറാക്കുകയാണ് വണ്ണപ്പുറത്തുകാർ. വടത്തിൽ കയറ്റ മത്സരവും അതുപോലെ തന്നെ തലയിണടി മത്സരവും തടിച്ചുകൂട് മത്സരവും ഒക്കെയായി ഓണാഘോഷങ്ങളുടെ തിമിർപ്പിലാണ് ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ ഉള്ളത്. എന്തായാലും വണ്ണപ്പുറത്തെ ആ ഒരു ഓണം വൈബ് കാഴ്ചകൾ ഒന്ന് കണ്ടുവരാം. മനോജ് പൊറോട്ട അല്ലാട്ടോ, മനോജ് 7ാമത്തെ റൗണ്ടിലേക്ക് നമ്മുടെ ഉജ്ജ്വലമായ പോരാട്ടം നമ്മുടെ പിള്ളേർ. രാവിലെ മുതൽ തന്നെ വണ്ണപ്പുറത്തെ ടാക്സി സ്റ്റാൻഡ് ജനനിബിഡമായിരുന്നു. എല്ലാവരുടെയും ലക്ഷ്യം മത്സരങ്ങളിൽ പങ്കെടുക്കുക, വിജയിക്കുക, ആഘോഷങ്ങളുടെ ഭാഗമാക്കുക എന്നത് മാത്രം. 9 മണിയോടെ മത്സര ഇനങ്ങൾ ആരംഭിച്ചു. വടംവലി സ്റ്റാറും വടംവലി സ്റ്റാറുമായ നമ്മുടെ പയ്യനെ അക്കരെ എത്തിക്കുക. പായസം കയറിയെടുത്താൽ ഇറങ്ങില്ല കേട്ടോ. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് വടത്തിൽ തൂങ്ങി അക്കരെയെത്തുന്നയാളാണ് വിജയി. വണ്ണപ്പുറത്തെ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ മത്സരത്തിന്റെ ഭാഗമായി. നമ്മുടെ വിഷ്ണുവിന് നീന്തൽ അറിയത്തില്ല, അതുകൊണ്ട് എല്ലാവരും ജാഗ്രത നിൽക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. എന്നാൽ കാണികളെ ഹരം കൊള്ളിച്ചത് തടിച്ചുമട്ട് മത്സരമാണ്. 180 കിലോയോളം ഭാരം വരുന്ന തടിക്കഷ്ണം ചുമന്ന് ഏറ്റവും കൂടുതൽ ദൂരം നടക്കണം. വണ്ണപ്പുറത്തിന്റെ വിധിമാറിലെ 8ാമത്തെ രണ്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന PCJക്ക് നല്ലൊരു റൈഡ് കൊടുത്ത് ഇവിടെ കരുവമ്പാടി നമ്മുടെ നാടിന്റെ പൊന്നോമന. ഇങ്ങനൊരു മത്സരം സംഘടിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ആവേശവും ഭയങ്കര ഉജ്ജ്വലമായ ഒരു പരിപാടിയാണിത്. ഇവരുടെ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പങ്കെടുക്കുന്ന ഇവിടുത്തെ ടിംബേഴ്സ് യൂണിയൻ തൊഴിലാളികളാണ്. അത് പറയാനായിട്ട് എടുക്കുന്നവരുണ്ടാകാം, കാരണം ഞങ്ങൾ ഇതിനകത്ത് ടിംബേഴ്സ് യൂണിയൻ അല്ല, നമ്മൾ 100 പീസ് വെച്ചാണ് ഇത് നടത്തുന്നത്. ഇത് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിൽ ഞങ്ങൾക്കും നമ്മുടെ നാട്ടുകാർക്കും ഭയങ്കര ഒരു ആഘോഷം, ഭയങ്കര ഒരു ഉജ്ജ്വലമായ ഒരു പരിപാടിയാണെന്ന് ഞങ്ങൾ 7001 രൂപയാണ് ഒന്നാം സമ്മാനമായി പ്രഖ്യാപിച്ചിരുന്നത്. വണ്ണപ്പുറത്തു നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമായി പ്രായഭേദമന്യേ നിരവധി ആളുകൾ ഓണാഘോഷ മത്സരത്തിന്റെ ഭാഗമായി. വാശിയേറിയ മത്സരത്തിൽ 1200 അടി നടന്ന വണ്ണപ്പുറം സ്വദേശി സിബി വെള്ളിയാമറ്റം 1ാം സ്ഥാനം നേടി. 9ാമത്തെ റൗണ്ടിലേക്ക് സിബി വെച്ചാകുന്നു. വീണ്ടും ഞങ്ങള് 9-15 റൗണ്ട് വെച്ചതിന് ശേഷം ഇവിടെ തടി ഞങ്ങൾ പോകും. ഇനി അതൊക്കെ മേലെ എടുക്കാം, ഞങ്ങൾ 30 റൗണ്ട് വെക്കുമെന്ന് പറഞ്ഞാണ് 1030 അടി നടന്ന 65-കാരൻ ബാബു വാഴവരെയാണ് 2ാം സ്ഥാനക്കാരൻ. നിസ്സാരമെന്ന് കണ്ട് തടി ചുമക്കാനെത്തിയ ചിലർക്ക് തുടക്കത്തിൽ തന്നെ അടി പതറുകയും ചെയ്തു. നമ്മുടെ കായിക പ്രേമികളെ ഒരു നല്ലൊരു കൈയടി. 40-ലേറെ വർഷങ്ങളിൽ തടിപ്പടിയെടുത്ത നമ്മുടെ PCJക്ക് നല്ലൊരു കൈയടി കൊടുക്കണമെന്ന് നമ്മുടെ കായിക പ്രേമികളോട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് തലയിണാടി മത്സരം. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ മത്സരത്തിന്റെ ഭാഗമായി. ഈ മത്സരത്തിന്
വയനാട് ദുരന്തത്തെ തുടർന്ന് കഴിഞ്ഞ തവണ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ഇത്തവണ കൂടുതൽ വിപുലമായ രീതിയിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനായതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് സംഘാടകർ. കഴിഞ്ഞ കൊല്ലം വയനാട് ആ പ്രളയം ദുരന്തമൊക്കെ കാരണം അത് സമയമായപ്പോഴത്തേനും ഞങ്ങൾ മാറ്റിവെച്ചു. അത് വേറെ സന്നദ്ധ പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ കൊടുത്തു. ഈ തവണ ഇപ്പൊ നമ്മൾ പരിപാടി നടത്തേണ്ടത് ഈ തവണ 100 ഓണക്കിറ്റ് വിതരണം. അതിനോടനുബന്ധിച്ച ഓണപരിപാടി ഇവിടെ ആദ്യമായിട്ട് നടക്കുന്നത് ഈ വളർത്തക്കയർ മത്സരമാണ്. രണ്ടാമതായിട്ട് നടക്കുന്നത് തടിചമടാണ്. മൂന്നാമതായിട്ട് നടക്കുന്നത് തലയണേടിയാണ്. നാലാമത് പെനാൽറ്റി കിക്കാണ്. അങ്ങനെ രാത്രി ഒരു 10 മണിയോട് കൂടി മത്സര പരിപാടിയാണ് ഇവിടെ ആസൂത്രണം ചെയ്തേക്കുന്നത്. എല്ലാ മത്സര ഇനങ്ങൾക്കും 5001 രൂപ മുതൽ 1001 രൂപ വരെ സംഘാടകർ സമ്മാനവും പ്രഖ്യാപിച്ചിരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്നതിനപ്പുറം ഒരു ജനകീയ കൂട്ടായ്മയുടെ കൂടിച്ചേരലിന്റെ കാഴ്ചകളാണ് വണ്ണപ്പുറത്ത് കാണാനായത്. വണ്ണപ്പുറത്തെ ഓണാഘോഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. വരും ദിവസങ്ങളിലും വിവിധയിടങ്ങളിലായി നിരവധി പരിപാടികളാണ് ഇവർ ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും വണ്ണപ്പുറത്തെ ജനകീയ ഐക്യത്തിന് ജനം ടിവിയുടെ ഓണാശംസകൾ നേർന്നുകൊണ്ട് വണ്ണപ്പുറത്തു നിന്നും സുബിൻ തോമസ്, ജനം, ഇടുക്കി.